ആദ്യമായി സ്നേഹിക്കുന്ന വാത്സല്യ പിതാവെ, നല്ല യാതൊരാവിലെ സമയത്തെ ഒത്ത പശ്ചാത്തലത്തിനെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഒരു പ്രാവശ്യങ്ങളുടെ മേജി ഹോസ്പിറ്റൽ വയസ്സ് മൂലം നിന്റെ കുഞ്ഞുങ്ങളോട് ചേർന്ന് അല്പസമയം അപ്പച്ചൻ്റെ പാദത്തിൽ ഇരിക്കുവാനും ദൈവത്തെ സ്തുതിക്കുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും നാമത്തെ ഉയർത്തുവാനും നിന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി യാചിക്കുവാനും പ്രാർത്ഥിക്കുവാനും ദൈവം അടിയൻ ബലനും ജീവനും സുഖവും തന്ന് ഈ അതിരാവിലെ എഴുന്നേൽപ്പിച്ച് വിട്ടല്ലോ. അതിനായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽക്കാലം മുഴുവനും ഇന്ന് വരപ്പോരുന്ന രാത്രി മുഴുവനും നിന്റെ കൃപ നിന്റെ കുഞ്ഞുങ്ങളോട് ഇരിക്കണം, നിന്റെ കാവലിരിക്കണം, സൂക്ഷിപ്പിരിക്കണം. ഒരുത്തർക്ക് ഒരു അനർത്ഥങ്ങളൊന്നും വരരുത്. അവരവരായിരിക്കുന്ന സ്ഥാനങ്ങളിൽ, അവരുടെ തൊഴിലിൽ, കൽപ്പത്താവ് വിദ്യാഭ്യാസത്തിൽ, അവരുടെ ഭവനത്തിൽ, ജോലികളിൽ, അവർ ചെയ്യുന്ന എല്ലാ കർത്താവ് വേലകളിലും കർത്താവിൻ്റെ കരുണയും നിന്റെ കാവലും നിന്റെ സൂക്ഷിപ്പും ഇരിക്കണമെന്ന് ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഒരുത്തർക്കും ഒരാപത്തോ അനർത്ഥങ്ങളോ ഒന്നും വരുവാൻ എൻ്റെ ദൈവം സമ്മതിക്കരുതേ. ദൈവത്തിൻ്റെ കൃപ, ദൈവത്തിൻ്റെ ദയവ് കർത്താവേ നിൻ്റെ കുഞ്ഞുങ്ങളുടെ കൂടെ ഇരിക്കണം. ഒരമ്മയെപ്പോലെ നിൻ്റെ കുഞ്ഞുങ്ങളെ പരിപാലിക്കണം. ഒരപ്പനെപ്പോലെ നിൻ്റെ കുഞ്ഞുങ്ങളെ നീ കാത്ത് സൂക്ഷിച്ച് നടത്തണമെന്ന് അപ്പച്ചൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഒരുത്തർക്കും ഒരനർത്ഥം വരുവാൻ ദൈവം സമ്മതിക്കരുതേ. ഒരുത്തരും മുറിവേൽക്കുവാൻ, ഒരുത്തരും കരയുവാൻ, ഒരുത്തരും കർത്താവെ കണ്ണുനീർ കുടിക്കുവാൻ, കർത്താവെ പതറിപ്പോകുവാൻ, കലങ്ങുവാൻ ദൈവം ഒരു നാളും സമ്മതിക്കരുത്. ആയിരിക്കുന്ന സ്ഥാനത്തെല്ലാം ദൈവത്തിൻ്റെ കാവലുണ്ടായിരിക്കണം, ദൈവത്തിൻ്റെ സൂക്ഷിപ്പുണ്ടായിരിക്കണം, നിൻ്റെ വഴിനടത്തലുണ്ടായിരിക്കണം. എല്ലാവരെയും നിൻ്റെ ചിറകിൻ്റെ മറയ്ക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നിൻ്റെ കുഞ്ഞുങ്ങളായിരിക്കുന്നവരുടെ ജോലി കാര്യങ്ങൾ, ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്യുന്ന കുഞ്ഞുങ്ങൾ, കർത്താവെ വിദ്യാഭ്യാസം ഇരിക്കുന്ന കുഞ്ഞുങ്ങൾ, ജോലി ചെയ്യുന്ന കുഞ്ഞുങ്ങൾ, കർത്താവെ ജോലിക്ക് തേടിക്കൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങൾ, എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണം, ബലപ്പെടുത്തണം. കണ്ണുനീരോട്, കഷ്ടത്തോട്, പ്രയാസത്തോട്, പട്ടിണിയോട്, വ്യാകുലത്തോട്, യാരെല്ലാം വേദനയോട്, കണ്ണുനീരോട്, രോഗികളായി ക്ഷീണിതരായി പട്ടിണി കിടക്കുന്നവർ, രോഗത്തിൽ ബാധിക്കപ്പെട്ട് കിടക്കുന്നവർ, മരണക്കിടക്കയിൽ കിടക്കുന്നവർ, എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ടവർ, കൈവിടപ്പെട്ടവർ, വെറുക്കപ്പെട്ടവർ, ആർക്കും വേണ്ടാന്ന് വലിച്ചെറിഞ്ഞവർ ആരെല്ലാം ഇതിനകത്തുണ്ടോ അവരെല്ലാം കർത്താവ് താങ്ങണം, ബലപ്പെടുത്തണം. വയസ്സ് എന്നൊരു ഒത്തിരി പേരുണ്ട് അപ്പച്ച. കർത്താവേ സ്തോത്രം. വല്യപ്പച്ചന്മാർ, വല്യമ്മച്ചിമാർ, ക്ഷീണിതർ, കർത്താവ് രോഗികൾ അനേകരുണ്ട്. അവരെല്ലാം കർത്താവ് കാത്തു സൂക്ഷിക്കണം. ദൈവമേ, അവരവരുടെ സ്ഥാനത്തിൽ, അവരവരുടെ വിഷയത്തിൻ്റെ മുന്നിൽ ദൈവത്തിൻ്റെ കരമൊന്ന് ചലിക്കണം, ദൈവത്തിൻ്റെ മഹത്വം ഒന്ന് വെളിപ്പെടണം. ഒരുത്തരെയും മറക്കരുത്, ഒരുത്തരെയും ഉപേക്ഷിക്കരുത്, ഒരുത്തരെയും കൈവിടരുത്. നിൻ്റെ പരിപാലനം, നിൻ്റെ കാത്തു സൂക്ഷിക്കുന്നൊരു അനുഭവം എല്ലായിടത്തിലും ഉണ്ടാകട്ടെ. ദൈവത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാടിനെയും ബലപ്പെടുത്തിക്കാട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ. ദൈവത്തിൻ്റെ പുനഃനാമം മഹത്വം എടുക്കുമാറാകട്ടെ. MAG ഹോസ്പിറ്റൽ വയസ്സ് മൂലം ഇന്ന് എന്നോട് പ്രാർത്ഥിക്കുന്ന വന്നിരിക്കുന്ന എല്ലാവരെയും കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾ വന്ദനം പറഞ്ഞ് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ നിശ്ചയം ബലപ്പെടുത്തിട്ട് ഇന്ന് നമ്മുടെ പ്രാർത്ഥന ആരംഭിച്ച് 1257 ദിവസത്തിലേക്ക് പ്രവേശിക്കുവാൻ ദൈവം നമുക്ക് ഭാഗ്യം തന്നിരിക്കുന്നു. ഇങ്ങനൊരു പ്രഭാതം ദൈവം നമുക്ക് തന്നിരിക്കുകയാണ്. അനേകർക്ക് ലഭിക്കാത്തത് നമുക്ക് ലഭിച്ചിരിക്കുന്നു. ഇവിടെ നോക്കിയാൽ യുദ്ധങ്ങൾ, ഭയങ്കര യുദ്ധങ്ങൾ നമുക്കറിയാമല്ലോ. എന്തോരം പേരാ മരിക്കുന്നത്, എന്തോരം കെട്ടിടങ്ങളാണ് നശിക്കുന്നത്, എത്ര കോടി രൂപയെ ഒരു ദിവസം ആ യുദ്ധത്തിന് വേണ്ടി ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത്, എത്ര രാജ്യങ്ങൾ കണ്ണുനീരോട് പേടിച്ച് വിറച്ച് ഇരിക്കുന്നു. ഏത് സമയത്ത് മൂന്നാമത്തെ ഉലകയുദ്ധം ഉണ്ടാകും നമുക്ക് അറിയത്തില്ല. എല്ലായിടത്തിലും പട്ടണങ്ങളും ക്ഷാമങ്ങളും ഭൂകമ്പങ്ങളും മാരക രോഗങ്ങളും ഭയങ്കരമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആർക്കും എവിടെ സന്തോഷമില്ല, സമാധാനമില്ല. അത് ഫോറിൻ കണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളെല്ലാം ഒത്തിരി ഭാരത്തോടും വേദനയോടും കണ്ണുനീരോടും അടുത്ത മിനിറ്റ് എന്ത് സംഭവിക്കുന്നത് അറിയാതെ വേദനയോടിരിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ആശ്വാസം ഒന്ന് നമ്മുടെ ദൈവം മാത്രം, ദൈവത്തിൻ്റെ വചനം മാത്രം, അവൻ്റെ പാദപീഠം മാത്രം. വേറെ നമുക്കൊന്നും ആശ്വസിക്കാൻ ഈ ലോകത്ത് നമുക്ക് വേറെ ഇല്ല. നമ്മുടെ പണമോ നമ്മുടെ ബംഗ്ലാവോ നമ്മുടെ വിദ്യാഭ്യാസമോ ഒന്നും നമ്മളെ ആശ്വസിപ്പിക്കാൻ നമുക്ക് വഴി തരത്തില്ല. ഈ വചനം മാത്രമേ ഉള്ളൂ. ഇതിൽ ആശ്രയിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് സമാധാനമുണ്ട്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ, ബലപ്പെടുത്തിട്ട് ഒരു വേദവാക്യം വായിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 55 അധ്യായത്തിൻ്റെ അതേ 17 വാക്യം. ഇസ്രായേലോ യഹോവയാൽ നിത്യരക്ഷയായി രക്ഷിക്കപ്പെടും. നിങ്ങൾ ഒരു നാളും ലജ്ജിക്കയില്ല, അമ്പരന്ന് പോകുകയുമില്ല. ദൈവത്തിന് സ്തോത്രം. ഇസ്രായേലോ യഹോവയാൽ നിത്യരക്ഷയായി രക്ഷിക്കപ്പെടും. ഇത് നീക്ക് രക്ഷിക്കപ്പെടുക എന്ന് പറയുമ്പോൾ അനേകരുടെ ജീവിതത്തിൽ പല ചിന്തകളാണ് വരുന്നത്. ഇത് ബെന്തക്കോസുകാരുടെ സംഘടനയാണ്, ഇത് ബെന്തക്കോസുകാരുടെ കൂട്ടമാണ്, ഇത് ഇങ്ങനാണ് അങ്ങനാണെന്ന് പറഞ്ഞ് ഒത്തിരി പേര് ബുദ്ധിയില്ലാതെ സംസാരിക്കുന്നു. ബെന്തക്കോസുകാരെ ഒത്തിരി കളിയാക്കുന്നു, ബെന്തക്കോസുകാരെ ഒത്തിരി വിധമായി നമ്മൾ സംസാരിക്കുന്നു. കാരണങ്ങളുമുണ്ട്. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി വ്യത്യാസങ്ങൾ, ബലഹീനങ്ങൾ ഉണ്ടെങ്കിലും വേദവാക്യം നമുക്ക് പഠിപ്പിക്കുന്നത് എല്ലാ മക്കളും രക്ഷിക്കപ്പെടണം. രക്ഷിക്കപ്പെടാതെ ഒരു മനുഷ്യനും ഈ ലോകത്തിൽ സ്വർഗത്തിലോട്ട് പോകാൻ പറ്റത്തില്ല. നമ്മളെല്ലാം പാപികളാണ്, പാപത്തിൻ്റെ സന്തതികളാണ്, പിശാചിൻ്റെ അടിമകളാണ്, ഈ നരകത്തിൻ്റെ അവകാശികളാണ്. അങ്ങനെയെങ്കിൽ ആ നരകത്തിലോട്ട് നമ്മളെ വിടാതെ നമ്മളെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തി നമ്മളെ തന്നെ തിരുരക്തത്താലെ കഴുകി തൻ്റെ കുഞ്ഞുങ്ങളായി മാറ്റി തൻ്റെ വരവിന് വേണ്ടി ഒരുക്കുവാനാണ് യേശു ക്രിസ്തു ഈ ഭൂമിയിൽ മനുഷ്യജാതനായി വെളിപ്പെട്ട് വന്നത്. അത് നമുക്കറിയാം. പക്ഷേ നമ്മളത് അനേകർ യൂസ് ചെയ്യുന്നില്ല.
എന്നോട് പ്രാർത്ഥനയ്ക്ക് നിങ്ങൾ ആരെങ്കിലും ഇന്നും ആ പൂർണ്ണ രക്ഷയിലേക്ക് വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ രക്ഷിക്കപ്പെടണം. ഒരു രോഗസൗഖ്യത്തിന് വേണ്ടിയോ അല്ല ഒരു ആശ്വാസത്തിന് വേണ്ടിയോ ഏതോ ഒരു ആവശ്യങ്ങൾക്ക് വേണ്ടിയോ മാത്രം നിങ്ങൾ ദൈവത്തിനടുത്ത് വന്ന ഒരു പ്രയോജനവും ഇല്ല, ഒന്നുമില്ല. ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ വന്ന് മുട്ടുമടക്കി, എൻ്റെ കർത്താവെ, എന്നെ നിൻ്റെ മകനായി മകളായി മാറ്റണമേ, എന്നെ ഏറ്റുകൊള്ളണമേ, എന്നെ സ്വീകരിക്കണേ, എൻ്റെ കുറ്റങ്ങൾ ക്ഷമിക്കണമേ, പാപങ്ങൾ ക്ഷമിക്കണമേ, എൻ്റെ അക്രമങ്ങൾ ക്ഷമിക്കണമേ, ഞാനൊരു പാപി, കർത്താവെ ഞാനൊരു പാപി എന്നങ്ങോട്ട് ഏറ്റുപറയാൻ തുടങ്ങുമ്പോൾ, നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയാൻ തുടങ്ങുമ്പോൾ കർത്താവ് ഇറങ്ങി വരും. നമ്മുടെ സകല പാപങ്ങളെയും ദൈവം തമ്പുരാൻ ക്ഷമിക്കും. ദൈവം തമ്പുരാൻ ക്ഷമിക്കും. തൻ്റെ തിരുരക്തത്താൽ അകത്തും പുറത്തും നമ്മളെ കഴുകി തൻ്റെ ഹൃദയത്തിൻ്റെ ഏറ്റ പുത്രനായി പുത്രിയായി നമ്മളെ ദൈവം മാറ്റും. അതിനുശേഷം നമ്മൾ ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങളാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. വൃത്തും ജലത്തിനാലും ആത്മാവിനാലും ജനിച്ചില്ലെങ്കിൽ സ്വർഗരാജ്യം പോകാൻ പറ്റത്തില്ല. നമ്മുടെ അമ്മയുടെ ഉദരത്തെ നമ്മൾ പാപിയായിട്ടാണ് ഈ ലോകത്തിലേക്ക് വന്നത്. ഏത് കുഞ്ഞുങ്ങളും ഈ ലോകത്തിൽ ജനിച്ചിരിക്കുന്ന പാപികളായിട്ടാണ്. ആ പാപത്തിന് പ്രായശ്ചിത്തം യേശു മാത്രമാണ്, യേശുവിൻ്റെ വചനമാണ്. യേശു പറഞ്ഞു, ഞാനല്ലാതെ വേറെ വഴിയുമില്ല, സത്യമില്ല, ജീവനുമില്ല. യേശുവിലൂടെ മാത്രമേ സ്വർഗത്തിലേക്ക് പോകാൻ വഴിയുള്ളൂ. യേശു നമുക്ക് സ്വർഗത്തിൽ ഒരു വഴിയെ ഒരുക്കിയിരിക്കുകയാണ്. ആ യേശുവിലൂടെ നമ്മൾ സ്വർഗത്തിലേക്ക് പോകണമെങ്കിൽ നമുക്ക് രക്ഷിപ്പ് വേണം. ഇവിടെ പറയുന്നത്, ഇസ്രയേലോ യഹോവയാൽ നിത്യ രക്ഷയായി രക്ഷിക്കപ്പെടും. അതുപോലെ നിത്യ രക്ഷയായി നിങ്ങളും ഞാനും രക്ഷിക്കപ്പെടണം. ഒരു കടമയ്ക്ക് വേണ്ടി ദൈവത്തെ വിളിക്കരുത്, ഒരാവശ്യത്തിന് വേണ്ടി മാത്രം ദൈവത്തിന് പുറകെ പോകരുത്. ഇന്ന് കർത്താവേ, എൻ്റെ മരണമാണെങ്കിൽ എൻ്റെ ആത്മാവ് എവിടെ പോയി നിത്യത്തിൽ എവിടെ പോയി നിൽക്കും, എൻ്റെ ആത്മാവ് എവിടെ പോയി മനഃശാന്തി പ്രാപിക്കുന്നുള്ള ചിന്ത നിങ്ങൾക്ക് വേണം. അതുകൊണ്ട് ആത്മാവിനെ നഷ്ടപ്പെടുത്താതെ കൃപയിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അവിടെ കർത്താവ് പറയാണ്, ദൈവത്തിൻ്റെ സ്തോത്രം, നിങ്ങൾ ഒരു നാളും ലജ്ജിക്കയില്ല, അമ്പരന്ന് പോകുകയുമില്ല. കർത്താവിൻ്റെ വചനത്തിൽ ആശ്രയിച്ച് രക്ഷിക്കപ്പെട്ട് പരിശുദ്ധാത്മാവിൻ്റെ നിറവോട് ദൈവകൃപയിൽ നിൽക്കുന്ന ദൈവ കുഞ്ഞുങ്ങൾ, ദൈവദാസന്മാർ, അപ്പച്ചന്മാർ, അമ്മച്ചിമാർ, കുഞ്ഞുങ്ങൾ അറിയേണ്ടത്, നിങ്ങൾ ഒരു നാളും ലജ്ജിക്കയില്ല, അമ്പരന്ന് പോകുകയുമില്ല. നിങ്ങളെ ലജ്ജിപ്പിക്കുവാൻ, നിങ്ങളെ അമ്പരപ്പെടുത്തുവാൻ ഒത്തിരി പേര് ഈ ലോകത്തിലുണ്ട്. പൈശാചികൻ അവൻ്റെ മുഴു ശക്തിയോടും നമ്മളെ എങ്ങനെയെങ്കിലും ലജ്ജിപ്പിക്കണം, എങ്ങനെയെങ്കിലും അമ്പരപ്പെടുത്തണം, പേടിപ്പിക്കണം എന്ന് പറഞ്ഞ് നമ്മുടെ പുറകെ നടന്നുകൊണ്ടിരിക്കുക. പക്ഷേ കർത്താവ് പറയുന്നു, ഈ നിത്യരക്ഷയിലേക്ക് വന്നു എനിക്ക് നിങ്ങൾക്കും നിങ്ങൾ ഒരു നാളും ലജ്ജിക്കയില്ല, അമ്പരന്ന് പോകില്ല. കർത്താവ് പറയുന്നത്. അങ്ങനെയെങ്കിൽ ലജ്ജിക്കാതെ അമ്പരന്ന് പോകാമേ. ഈ ലോകത്തിൽ നമ്മൾ കർത്താവിന് വേണ്ടി നിൽക്കണമെങ്കിൽ ഈ രക്ഷയുടെ അനുഭവം നമുക്ക് വേണം. ഈ രക്ഷയിലേക്ക് നിങ്ങൾ കടന്നു വരണം. യേശു നിങ്ങളെ വിളിക്കുക, യേശു നിങ്ങളെ സ്നേഹിക്കുക. നിങ്ങൾ ഏത് രാജ്യത്തിലിരുന്നാലും, ഏത് ദേശത്തിലിരുന്നാലും, ഏത് സമുദായത്തിലെ ഏത് ജാതിയിലിരുന്നാലും നിങ്ങൾക്ക് സ്വർഗത്തിൽ പോകുന്നൊരു വഴി യേശു മാത്രം. അപ്പൊ ഇന്ന് ഈ വാക്യം കേൾക്കുമ്പോൾ, ദൈവമേ, എനിക്കും ഈ നിത്യരക്ഷ വേണം. എനിക്കും നിങ്ങൾ അമ്മയും പറഞ്ഞല്ലോ, നിങ്ങൾ ഒരു നാൾ ലജ്ജിക്കയില്ല, അമ്പരന്ന് പോകരുത് പറഞ്ഞല്ലോ. ഇന്നെല്ലാവരും ലജ്ജിച്ച് കിടക്കുക, അമ്പരന്ന് കിടക്കുക. എന്തോ സംഭവിക്കും, എവിടെ പോയി നിൽക്കും, എന്തോ നടക്കും, ആർക്കും അറിയത്തില്ല. ഒരു വലിയ ഒരു വെപ്രാളമാണ് ഇന്ന് മക്കളുടെ അകത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ വേദനപ്പെട്ട് കലങ്ങി ഇവനെ വേദനിക്കുന്ന ഓരോരുത്തർക്കും ഞാൻ വിളിച്ചു പറയുന്നത്, ദൈവകൃപയിൽ നിങ്ങൾ നിൽക്കുന്നുണ്ടെങ്കിൽ, ദൈവത്തെ ആശ്രയിക്കുന്നുണ്ടെങ്കിൽ, ദൈവവിളി കേൾക്കുന്നുണ്ടെങ്കിൽ, ദൈവജനത്തെ നിങ്ങൾ അനുസരിക്കുന്നുണ്ടെങ്കിൽ ഒരു നാൾ നിങ്ങൾ ലജ്ജിച്ചു പോകാൻ ദൈവം സമ്മതിക്കത്തില്ല. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങളധികമായി സ്നേഹിക്കുന്ന വാത്സല്യ പിതാവേ, ഈ നല്ല സമയത്തോടെ പശ്ചാത്തലത്തിനെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഒരു പ്രാവശ്യം കൂടി ഇന്ന് കർത്താവേ, അതിരാവിലെ സമയത്ത് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ദൈവവടിന് ശക്തിയും ബലനും ജീവനും തന്നല്ലോ, അതിനുവേണ്ടി എന്നെ എഴുന്നേൽപ്പിച്ചല്ലോ, അതിനായി സ്തോത്രം. ഇന്ന് ഈ അതിരാവിലെ സമയത്ത് ഇരുട്ടോട് നിന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ വലിയ തിരു സാന്നിധ്യം, ദൈവത്തിൻ്റെ വലിയ കരം, ദൈവത്തിൻ്റെ പരിപാലനം, ദൈവത്തിൻ്റെ കാവൽ, നിന്റെ സൂക്ഷിപ്പ് നിന്റെ കുഞ്ഞുങ്ങൾ എവിടെ ഇരുന്നാലും അവർക്ക് വേണം. അനേകർ പല വിഷയത്തിൻ്റെ മുഖത്ത് കലങ്ങിക്കിടക്കുകയാണ്, തകർന്നു കിടക്കുകയാണ്, പതറിക്കൊണ്ടിരിക്കുകയാണ്. എന്ത് സംഭവിക്കുന്ന അറിയത്തില്ല. അതും ഫോറിൻ കൺട്രികളിൽ, പല രാജ്യങ്ങളിൽ നിന്ന് കുഞ്ഞുങ്ങൾ നിത്യവൃത്തിക്ക് വേണ്ടി പോയിരിക്കുന്നു. ജീവന് കർത്താവേ, തൻ്റെ ഭവനത്തെ കർത്താവ് എങ്ങനെയെങ്കിലും കരകയറ്റുന്നുള്ള ചിന്തയോട് കുഞ്ഞുങ്ങൾ പോയിരിക്കുകയാണ്. ആ രാജ്യങ്ങളിലെല്ലാം ഇരിക്കുന്ന കുഞ്ഞുങ്ങൾ പല വേദനയിലും, ഈ യുദ്ധത്തിൻ്റെ ഓരോ മെസ്സേജ് കേൾക്കുമ്പോൾ, സംഭവങ്ങൾ കാണുമ്പോൾ എല്ലാം പേടിച്ചു വിറച്ച് ഇരിക്കുന്ന ഈ സമയത്ത് നിന്റെ കുഞ്ഞുങ്ങൾക്ക് ആശ്വാസം കൊടുക്കുവാൻ, നിന്റെ കുഞ്ഞുങ്ങളെ ബലപ്പെടുത്തുവാൻ, നിന്റെ കുഞ്ഞുങ്ങളെ താങ്ങുവാൻ, അവരെ നിലനിർത്തുവാൻ ഈ MAG ഹോസ്പിറ്റൽ വൈസ് പ്രാർത്ഥന അവർക്ക് നല്ല ആശ്വാസമായി മാറട്ടെ, ധൈര്യമുണ്ടാകട്ടെ. അവരെല്ലാം കർത്താവ് ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. യുദ്ധത്തിലിരിക്കുന്ന ഏത് രാജ്യത്തിലാണാലും ആ യുദ്ധത്തിലിരിക്കുന്ന പോർ വീരരുകൾ അവരെല്ലാം, അവർ മനുഷ്യർ കർത്താവേ, അവർക്ക് ഭവനമുണ്ട്, ഭാര്യയുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. അവർ യുദ്ധത്തിന് വേണ്ടി ഇറങ്ങുകയാണ്, അവരുടെ ജീവനെ പണയം വയ്ക്കുകയാണ്. അവർക്ക് എന്ത് സംഭവിക്കുന്നവർക്ക് അറിയത്തില്ല, മരിക്കാൻ വേണ്ടി കളത്തിലോട്ട് ഇറങ്ങുകയാണ്. അങ്ങനെ എത്ര ആയിരം പേരുകൾ ഇറങ്ങുന്നു. അങ്ങനെയുള്ളവരെല്ലാം നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്, എല്ലാവരെയും കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. കർത്താവേ സ്തോത്രം. എല്ലാ നാടുകളെയും അതേ കാത്തു സൂക്ഷിക്കുന്ന എല്ലാ മിലിറ്ററിയുടെ, എല്ലാ പട്ടാളത്തിൻ്റെ കർത്താവ് ഏത് സ്ഥിതിയിലിരിക്കുന്നു അവരെല്ലാവരെയും കർത്താവ് അനുഗ്രഹിച്ചാട്ട്. കർത്താവെ, കടൽ വഴിയായി, വാനം വഴിയായി, ഭൂമി വഴിയായി, ഏതെല്ലാം രീതിയിൽ നിന്റെ കുഞ്ഞുങ്ങൾ
അവരവരുടെ നാടിനെ കാത്തു സൂക്ഷിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ച് തൻ്റെ ജീവനെ പണയം വെച്ച് ദേശത്തിന് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുവാൻ, അതേ ബലിയായി അർപ്പണിക്കുവാൻ തീരുമാനിച്ചിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ഒരു ജീവഹാനിയും വരരുത്, ഒരാപത്തും വരരുത്, ഒരു അനർത്ഥവും വരരുത്. അവർ നീ കാത്തു സൂക്ഷിക്കണം. അവരുടെ കുടുംബങ്ങൾ അനാഥയാകരുത്, അവരുടെ കുഞ്ഞുങ്ങൾ ഭാര്യമാർ നശിച്ചു പോകരുത്, അവരുടെ ഭവനങ്ങൾ ഇടിയരുത്. ദൈവകൃപ അവരോട് കൂടെ ഇരിക്കണം. കാവലും സൂക്ഷിപ്പ് ഉണ്ടായിരിക്കണം. എവിടെയും ദൈവത്തിൻ്റെ കരുണ ഇരിക്കണം. എല്ലാ രാജ്യങ്ങളിലിരിക്കുന്ന കുഞ്ഞുങ്ങൾ ഏത് ദേശത്തിലിരുന്നാലും, ഏത് ഭവനത്തിലിരുന്നാലും, ഏത് ഇടത്തിലിരുന്നാലും അവരെ ദൈവം കാക്കണമേ, സൂക്ഷിക്കണമേ, വഴി നടത്തണമേ, പരിപാലിക്കണമേ എന്ന് അപ്പച്ചൻ്റെ നാമത്തെ പ്രാർത്ഥിക്കാൻ. ഒരുത്തരെയും കൈവിടരുത്, ഒരുത്തരെ ഉപേക്ഷിക്കരുത്, ഒരുത്തരും നഷ്ടപ്പെട്ടു പോകുവാൻ, തകർന്നു പോകുവാൻ, താളടിയാകുവാൻ ദൈവം സമ്മതിക്കരുത്. ആശ്വാസത്തിൻ്റെ കരം, അനുഗ്രഹത്തിൻ്റെ കരം, വിടുതലിൻ്റെ കരം, കർത്താവേ രക്ഷയുടെ ദൂത് എല്ലാ കുഞ്ഞുങ്ങൾക്കും പോയി ചേരട്ടെ. രക്ഷിക്കപ്പെടാത്തവരെല്ലാം രക്ഷിക്കപ്പെടട്ടെ, മാനസാന്തരപ്പെടാത്തവർ മാനസാന്തരപ്പെടട്ടെ, സ്നാനപ്പെടാത്തവർ സ്നാനപ്പെടട്ടെ, അഭിഷേകം പ്രാപിക്കാത്തവർ അഭിഷേകം പ്രാപിക്കട്ടെ. വരവിന് വേണ്ടി പ്രത്യാശയില്ലാത്തവർ പ്രത്യാശയോടെ എഴുന്നേറ്റ് നിൽക്കാൻ കർത്താവ് സഹായിച്ചാട്ട്, വരവിന് വേണ്ടി ഒരുക്കിക്കാട്ട്. ഞങ്ങളുടെ എല്ലാ പാപക്കറകൾ ക്ഷമിച്ച് ഞങ്ങളെ കഴുകി നിന്റെ വരവിന് വേണ്ടി ഒരുക്കണമേ. കർത്താവേ, നിന്റെ ഹൃദയത്തിലേറ്റ കുഞ്ഞുങ്ങളായി ഞങ്ങളെ മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അനേക യൗവനക്കാർ പാപത്തിൽ കിടക്കുകയാണ്. അനേക ആൺകുഞ്ഞുങ്ങളും പെൺകുഞ്ഞുങ്ങളും ഈ ലോകത്തിലെ കൊടിയ ഭയങ്കര പാപച്ചേറ്റിൽ കിടക്കുന്ന പിച്ച അവരെല്ലാം നീ രക്ഷിക്കണമേ. യൗവനക്കാരെല്ലാവരും യേശുവിനെ അറിയുവാൻ, രക്ഷിക്കപ്പെടുവാൻ കർത്താവ് സഹായിക്കണം. ഈ ദിവസങ്ങളിൽ എൻ്റെ കൺവെൻഷൻ കൂട്ടങ്ങളിൽ രക്ഷിക്കപ്പെട്ട് സ്നാനത്തിന് സമർപ്പിക്കുന്ന എല്ലാം യൂത്ത് കുഞ്ഞുങ്ങളാണ്, യൗവനക്കാരാണ്. അതേ കാണുമ്പോൾ എന്തോ ഒരു സന്തോഷം. ദൈവത്തിന് സ്തോത്രം. തകരേണ്ട കുഞ്ഞുങ്ങൾ, പാപത്തിലേക്ക് വീഴേണ്ട കുഞ്ഞുങ്ങൾ, പല വിധപ്പെട്ട രീതിയിൽ പോയി ആ പിശാചിൻ്റെ അടിമകളായി നശിക്കേണ്ട കുഞ്ഞുങ്ങൾ വചനം കേൾക്കുമ്പോൾ രക്ഷിക്കപ്പെട്ട് ഓടി വന്ന് സ്നാനത്തിന് വേണ്ടി തലകുനിഞ്ഞു കൊടുക്കുകയാണ്. കർത്താവെ, അതേപോലെ ഞങ്ങളുടെ ദേശത്തിരിക്കുന്ന എല്ലാ യൗവനക്കാരെയും, ആൺകുഞ്ഞുങ്ങൾ പെൺകുഞ്ഞുങ്ങളെ നീ രക്ഷിക്കണമേ, അവരെ വിടിവിക്കണമേ. കർത്താവിൻ്റെ മഹത്വമേറിയ കരം നിന്റെ കുഞ്ഞുങ്ങൾക്ക് അനുകൂലമായി മാറ്റണമേ. അവരെ നീ സ്നേഹിക്കണമേ, രക്ഷിക്കണമേ, വിടിവിക്കണമെന്ന് അപ്പച്ചൻ്റെ നാമത്തെ പ്രാർത്ഥിക്കാൻ. ഒരുത്തർക്ക് ഒരാപത്തോ അനർത്ഥങ്ങളോ കഷ്ടമോ നിന്ദകളോ ഒന്നും വരുവാൻ എൻ്റെ ദൈവം സമ്മതിക്കരുത്. ആപത്തനർത്ഥങ്ങളൊന്നും അവരെ തൊടുവാൻ ദൈവം സമ്മതിക്കരുത്. കർത്താവിൻ്റെ കൃപയുള്ള കരം, ദയവുള്ള കരം, അനുഗ്രഹിക്കുന്ന കരം, കാത്തു സൂക്ഷിക്കുന്ന കരം, ദൈവമേ സ്തോത്രം, വഴി നടത്തുന്ന കരം നിന്റെ കുഞ്ഞുങ്ങളുടെ കൂടെ ഇരിക്കണം. അവരെ പോഷിപ്പിക്കുന്ന കരം നിന്റെ കുഞ്ഞുങ്ങളുടെ കൂടെ ഇരിക്കണം. അവരുടെ ആവശ്യങ്ങളെല്ലാം മുഖത്ത് സ്വർഗത്തിൻ്റെ കരം കൂടെ ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ സ്തോത്രം. സ്നാനത്തിന് വേണ്ടി, രക്ഷയ്ക്ക് വേണ്ടി നിന്റെ കുഞ്ഞുങ്ങളെ തടുക്കുന്ന എല്ലാ ദുഷ്ടാത്മ ശക്തികളും, എല്ലാ സമുദായത്തിൻ്റെ എല്ലാ ബന്ധനങ്ങളും യേശുവിൻ്റെ നാമത്തിൽ നീ അഴിക്കണം ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ബന്ധനയെല്ലാം മുറിയണം, നമ്മുടെ നാമം മഹിമപ്പെടണം, അത്ഭുതം നടക്കണം, വിടുതലുണ്ടാകണം. യേശുവിൻ്റെ നാമത്തിൽ രക്ഷയുടെ കരം, വിടുതലിൻ്റെ കരം, അത്ഭുതത്തിൻ്റെ കരം ഇപ്പോൾ തന്നെ നിന്റെ കുഞ്ഞുങ്ങളുടെ മേൽ ഇറങ്ങട്ട്, വെളിപ്പെടട്ടെ എന്ന് അപ്പച്ചൻ്റെ നാമത്തെ പ്രാർത്ഥിക്കുന്നു. കൈവിടരുതേ, ഉപേക്ഷിക്കരുതേ, മറക്കരുതേ. ഒരുത്തരും തള്ളപ്പെട്ടു പോകുവാൻ, താളടിയാകുവാൻ, നശിക്കുവാൻ, തകരുവാൻ എൻ്റെ ദൈവം സമ്മതിക്കരുത്. എല്ലാവരെയും രക്ഷയിലേക്ക് നയിക്കുകയാണ്. യേശുവിൻ്റെ രക്തത്താൽ എല്ലാവരും കഴുകൽ പ്രാപിക്കുവാൻ, ദൈവകൃപയിൽ നിലച്ചു നിൽക്കുവാൻ, വചനത്തിൽ സ്ഥിരപ്പെടുവാൻ, വചനത്തിൻ്റെ എല്ലാ അടിസ്ഥാനത്തിലും നിന്റെ കുഞ്ഞുങ്ങളുടെ വേരുകൾ പായുവാൻ കർത്താവ് സഹായിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ ശുശ്രൂഷകന്മാർ, എല്ലാ വിശ്വാസികളുടെ ഭവനങ്ങൾ, അവരുടെ ആവശ്യങ്ങൾ, അവരുടെ രോഗങ്ങൾ, കണ്ണുനീരുകൾ, എല്ലാ ബുദ്ധിമുട്ടുകൾ, എല്ലാ വേദനയ്ക്കും ഒരു വിടുതലിൻ്റെ കർത്താവ് കൊടുക്കണം. പ്രാർത്ഥനയ്ക്ക് വേണ്ടി വിളിച്ചു പറഞ്ഞിരിക്കുന്ന കുഞ്ഞുങ്ങൾ, പ്രാർത്ഥനയ്ക്ക് വേണ്ടി മെസ്സേജ് അയച്ചിരിക്കുന്ന കുഞ്ഞുങ്ങൾ, കർത്താവെ കരഞ്ഞുകൊണ്ട് ഓരോരുത്തർ കർത്താവെ വോയിസ് മെസ്സേജ് വിട്ടിരിക്കുന്നു, നേരടിയായി ഫോണിൽ സംസാരിച്ചിരിക്കുന്നു. അവരെല്ലാം കർത്താവ് ആശ്വസിപ്പിക്കണം. അവരുടെ ആവശ്യങ്ങളുടെ മുഖത്തെല്ലാം സ്വർഗത്തിൻ്റെ കരം ഇരിക്കണം. അവരെ അനുഗ്രഹിക്കണം, ബലപ്പെടുത്തണമെന്ന് അപ്പച്ചൻ്റെ നാമത്തെ പ്രാർത്ഥിക്കുകയാണ്. ഒരുത്തരും തകരരുത്, ഒരുത്തരും നഷ്ടപ്പെട്ടു പോകരുത്, ഒരുത്തരും താളടിയാകരുത്, ഒരുത്തരും പിശാചിന് അടിമകളായി, നരകത്തിൻ്റെ അടിമകളാകരുത്. വരവിന് വേണ്ടി പ്രത്യാശയോട് കാത്തിരിക്കുന്ന ദാഹമുള്ള കുഞ്ഞുങ്ങളായി, ബുദ്ധിയുള്ള കന്യകളായി എല്ലാവരെയും മാറ്റണമേ. എണ്ണയുള്ള വിളക്കായി എല്ലാവരെയും മാറ്റണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. അപ്പച്ചൻ പ്രാർത്ഥനയുടനായി സ്തോത്രം. ഇത് പോയി ചേരുന്നിടത്തെല്ലാം ഇന്ന് അനേക രക്ഷയിലേക്ക് കടന്നു വരുവാൻ, അനേകരുടെ പേര് ജീവന്റെ പുസ്തകം എഴുതുവാൻ, വരവിന് വേണ്ടി ഒരുങ്ങുവാൻ കർത്താവ് കൃപ തന്നാട്ട് അനുഗ്രഹിക്കണം. അടിയനെ ബലപ്പെടുത്തണം. സകല മഹത്വവും തിരുമേനിക്ക് യേശുവിൻ്റെ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. നിശ്ചയമായ വചനങ്ങൾ വായിക്കുക, കർത്താവിൽ ആശ്രയിക്കുക, വരവിന് വേണ്ടി ഒരുങ്ങുക. കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു. ഒരുങ്ങുക. ദൈവം നമ്മളെ ഒരുക്കട്ടെ, ബലപ്പെടുത്തട്ടെ. ഓക്കെ, താങ്ക് യു.